welcome back to our channel. Take it or break it challenge. ഞങ്ങൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടമുള്ള ഒരു ചാലഞ്ച് ആണ്. കാര്യം ഇന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഒന്നെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റിക വെച്ച് അടിച്ചു പൊട്ടിച്ച് അത് നശിപ്പിക്കേണ്ടി വരും. അതെ ഗൈസ്, അതിനാണ് നമ്മുടെ മുന്നിൽ ചുറ്റിക വെച്ചിട്ടുള്ളത്. മൂന്നാക്കും ഓരോരോ ചുറ്റിക തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സാധനം എടുക്കണോ വേണ്ടയോ അതോ പൊട്ടിച്ച് കളയണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ റൗണ്ടിലും നമ്മുടെ മുന്നിൽ ഓരോരോ സാധനങ്ങൾ വരും. അത് നമുക്ക് മിസ്റ്ററി ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാര്യം നമ്മളെ മുന്നിൽ മൂടി വെച്ച നിലയിലായിരിക്കും. നമ്മൾ അത് മൂടി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കണം ഓരോരുത്തരും അത് ടേക്ക് ചെയ്യണോ ബ്രേക്ക് ചെയ്യണോ എന്നുള്ളത്. നമ്മളിപ്പോ അത് ടേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റി പറയാൻ പാടില്ല. അതെ അതെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യോ ടേക്ക് ചെയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. ചിലപ്പോൾ അത് നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ ആരാണോ ടേക്ക് ചെയ്യാന്ന് പറഞ്ഞ ആൾക്ക് അത് എടുക്കാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ അഥവാ മോശം സാധനമാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞ ആൾക്ക് സുഖമായിരിക്കും. ടേക്ക് ചെയ്യാൻ പറഞ്ഞ ആൾ അത് എന്താണോ ആ ഒരു രീതിയിൽ അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ അത് നല്ലൊരു പണിഷ്മെന്റ് ആയി മാറും. അപ്പൊ എന്തായാലും ഗൈസ്, നല്ല അടിപൊളി വെറൈറ്റി ചാലഞ്ച് ആണ്. ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ചുറ്റികൊക്കെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ റെഡിയാണ്. ഒറിജിനൽ ചുറ്റികയാണ് ഗൈസ്, വേണ്ട സൗണ്ടിൽ കേൾപ്പിച്ചരാം. ഒറിജിനൽ ആണ്, അല്ലാണ്ട് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ. കറക്റ്റ് ഒറിജിനൽ സാധനമാണ്. നമ്മൾ തട്ടിയാല് നമ്മൾ എന്താണോ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒറ്റയടിക്ക് തന്നെ പൊട്ടും. കയ്യിലൊന്നും കൊടുക്കരുത്. കുറെ നേരം തുടങ്ങിയ മുതൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റൗണ്ട് തുടങ്ങാം. സലു ഇവിടെ എങ്ങാനും വെച്ചു കേട്ടോ. റെഡി? കണ്ണുറന്നോ? ഇത് മറ്റേ മാജിക് ഒക്കെ പോലെ മൂടി വെച്ചിട്ടുണ്ട് തുറക്കാൻ വേണ്ടി. ഇങ്ങനെ തുറക്കുന്ന സമയത്ത് പ്രാവ് പറക്കുക, പിന്നെ പെൺകുട്ടി വാനിഷ് ആയി പോവുക, അതുപോലത്തെ സാധനം. ഇതെന്തോ സാധനങ്ങൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. മൂന്നെണ്ണം ഉണ്ട്. ഞാനിതില് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്നുമില്ല. ഞാൻ ടേക്ക് ചെയ്തേ 5 ടേക്ക് ചെയ്ത്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. നല്ല സാധനമാണ്. എനിക്കിത് പണിയാണോ എന്നൊരു ഡൗട്ട്. ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഞാനിത് ബ്രേക്ക് ചെയ്യണം ഗൈസ്. കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഈ ഒരു ടൂളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കാക്ക ചിലപ്പോ ബ്രേക്ക് ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും കൊണ്ടുവെക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. മാറ്റി പറയാൻ പറ്റില്ല. ഇല്ല, ഇനി മാറ്റി പറയാൻ പറ്റില്ല. അല്ല, ഒരാൾക്ക് ഇത് ഗൈസ് ഞാൻ ടേക്കാണ് ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് എടുക്കാട്ടെ. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും എടുക്കാം. ഇത് ബ്രേക്ക് ചെയ്യണോ? നല്ല സാധനം. ഇത് ഞാൻ തുറന്നു നോക്കട്ടെ. ഇത് ഞാൻ ഞാൻ അത് തുറന്നു നോക്കിയിട്ട് എന്താന്ന് കാണുങ്ങള്. അപ്പൊ നിങ്ങക്ക് ബ്രേക്ക് ചെയ്യാൻ സങ്കടം. നോക്കി ബ്രേക്ക് ചെയ്യാൻ ശരിക്കും ഇത് നല്ല രസം ഉണ്ടാവും ഗൈസ്. പക്ഷെ ഇത്ര നല്ലൊരു ലോലിപോപ്പ് ആദ്യം എനിക്ക് തോന്നണേ ഇതിന്റെ ഉള്ളിലാണ് ചോക്ലേറ്റ്. പക്ഷെ ഒക്കെ പൊട്ടിക്കണോ? ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേലെ ഭാഗം മാത്രം പൊട്ടിച്ചാ പോരല്ലോ. അങ്ങനെ പൊട്ടിക്കണ്ടേ? നോക്കട്ടെ. ശരിയാ. ഇടോ ഇതിലൊരു ലോഡ് ലോലിപോപ്പ്. ഇതൊക്കെ നിങ്ങൾ പൊട്ടിക്കണം. അപ്പൊ കൊറേ ലോലിപോപ്പാണ് ഗൈസ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഗൈസ്, ഒരു ലോലിപോപ്പിന്റെ മുകളിലുള്ള ആ ഒരു പേപ്പറിന്റെ വലുപ്പാട്ടോ ഇത്. ഇത്രയും വലുത്. നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു കുഞ്ഞു ഭാഗം മതി. ബ്രേക്ക് ചെയ്തോ. ഞാനൊരു ലോലിപോപ്പ് വന്നിട്ടെ. അങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് വരണം. അതൊന്നും പറ്റില്ല. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ളത് പിന്നെ തലൊക്കെ മാറ്റിക്കേ. അയ്യോ, തല അടിച്ച് പൊട്ടിക്കാനല്ല. ഇങ്ങനെ പൊട്ടിക്കരുത്, ഇങ്ങനെ പൊട്ടിക്കണേ. ഒരു മിനിറ്റ്, ഞാൻ അത് തിന്നോക്കട്ടെ. കച്ചാ മാംഗോ അങ്ങനത്തെ ഫ്ലേവറാ? മറ്റേ ഗ്രീൻ ആപ്പിൾ ആണെന്ന് തോന്നുന്നു. ഗ്രീൻ ആപ്പിളാ? മെല്ലെ മെല്ലെ പൊട്ടി. ഓ, അത് കഷ്ണം പ്ലാസ്റ്റിക്. ഓരോന്നായിട്ട് ലോലിപോപ്പുകൾ ഞങ്ങൾ തകർത്തുടങ്ങിയാ പോവാണ്.
പൊടി തിന്നാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇതാണത്. നല്ല മധുരമുള്ള ഗ്രീൻ ആപ്പിൾ ഉണ്ട്. നല്ല ശ്രീ ഇങ്ങനെയുള്ള സാധനങ്ങൾ തകർത്ത് ഇങ്ങനെ പൊട്ടിച്ച് തകർക്കുന്നത് എന്ത് രസാ കാണാന്. ചില സമയത്ത് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകും. സാരില്ലടാ. എനിക്കാ പിങ്ക്. ഇതിങ്ങനെ വെച്ചാൽ നല്ല രസം ഉണ്ടാവീനെ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് ഒക്കെ വെക്കാം. പൊടിച്ച ലോലിപോപ്പ് ഒക്കെ നമുക്ക് ഇതിലേക്ക് വായിടാം. നമ്മളെ ലോലിപോപ്പ് നമുക്ക് ബാക്ക് നോർമൽ ആയിട്ട് ഇങ്ങനെ തന്നെ വെക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്നില്ല. അങ്ങനെ വരിടാ. അപ്പൊ ഈ റോളിലവര് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ലോലിപോപ്പ് ഒക്കെ ഒന്ന് കാണിച്ച്. ഇതൊക്കെ ഞങ്ങളെ ലോലിപോപ്പ് എല്ലാം തകർന്നുടഞ്ഞ അവസ്ഥയിലായി. ഇന്റത് ഇതാട്ടോ അങ്ങനെ ഉണ്ട്. ബാക്കിയുള്ള ഇനിയിപ്പോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓരോന്ന് വീതം എടുക്കാം. ഇനിയുള്ള ഓരോ റൗണ്ടുകളും നമ്മൾ വളരെ ആലോചിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോവാൻ പാടുള്ളൂ. ഒരു സിഗ്നൽ ആണ്. പിന്നെ ഞങ്ങൾ റോൾ മോഡൽ ആക്കി എടുക്കണം എന്നാണ് ഈ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. താല്പര്യമില്ല. അപ്പൊ ഇനി ഇതുപോലെ തന്നെ പൊട്ടിച്ചിരുന്നോ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. റെഡി കണ്ടോ? എന്തോ ഉണ്ട്, എന്തോ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇതില് വിരിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. വെറുതെ കൊണ്ട് വിരിച്ചതോ. ഞാനും ബ്രേക്ക് ചെയ്യാം. നേരത്തെ ഞാൻ എന്തായാലും ടേക്ക് അല്ലേ ഇത്. എന്തോ കുഞ്ഞു സാധന, പൊട്ടിയാലും പൊട്ടട്ടെ. നല്ല നല്ല എന്താപ്പോ നല്ല 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 മറ്റേ ഇപ്പൊ വന്ന പോലത്തെ ചോക്ലേറ്റിന്റെ ഇങ്ങനെ കുഞ്ഞു ബോളാണെങ്കിലോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബ്രേക്ക് ചെയ്യാം. ഷാമി എന്താ ചെയ്യുന്നേ? ഞാൻ രണ്ട് മനസ്സിലാണ്. അതിപ്പോ എല്ലാവർക്കും എല്ലാവർക്കും. ഞാനിപ്പോ ഇതില് ചെറിയ എന്തോ സാധനമാണ്, പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക് ചെയ്തില്ലേ, അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ടേക്ക് ചെയ്യാം. ഈ ആലോചിച്ചൊക്കെ കോഴിമുട്ടയാണെങ്കിലോ അത് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്യാം. കോഴിമുട്ട കൊണ്ടുവെക്കൂല. കോഴിമുട്ട കൊണ്ട് ചെയ്ത് ഈ വിരിപ്പ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വീണു. അപ്പൊ എടുക്കണ്ടോ ഇല്ലെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. മെല്ലെ പൊക്കാണെന്ന് പറഞ്ഞാലോ തന്നോണ്ടല്ലോ. എന്താ ബ്രേക്ക് എങ്ങനെ എടുക്കുന്ന ഈ കോഴിമുട്ട? ഒരൊറ്റ വലി. ഓക്കെ 3, 2, 1 ഗോ. ഇതെന്താ അടി ഓട്ടുള്ള തക്കാളിക്കാണ്. തത്തമ്മ കൊത്തിയ തക്കാളിയോ? എന്റേത് പൊട്ടിയുണ്ട്. കേടായ തക്കാളി തിന്നാൻ പറ്റൂല. അല്ല ഞങ്ങള് ചീഞ്ഞ തക്കാളി നമ്മള് കളയല്ലേ, ഇത് ഞങ്ങള് പൊട്ടിച്ചു കളയുന്നു. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ഒറ്റ ഇടി ഇടിച്ചിട്ട് 2 കഷ്ണമാക്കി തരാം. വേണ്ട. തിന്നാനൊരു എളുപ്പത്തിന്. ഓക്കെ ഞാൻ എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യാണ്. എല്ലാരും മുഖം പറ്റിക്കോ. ചെലപ്പോ ഇത് നമ്മൾ ഈ എന്താ പറയാ സ്പെയിനോ വേറെ ഏതൊരു രാജ്യത്ത് തക്കാളിയുടെ ഫെസ്റ്റിവൽ ഉണ്ടില്ലേ? ആ ഉണ്ട്. എല്ലാരും കൂടി ചാടി മറിയുന്നല്ലേ ഇതില്. ഷാമി നോക്കിയിരിക്കണ പോയാട്ടോ അവിടുന്ന്. ഞങ്ങളെ മുഖത്ത് അത്രേ ആവുള്ളൂ. ഈ തിന്നുമ്പോ ആ ടൂള് അത്രയും ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്, 2 സൈഡും വെച്ചിട്ട്. അതുപോലെ ചെയ്യും. കൈക്ക് ഷാമി തക്കാളി നല്ലതാ. ഞാനിത് വായലിട്ടൊരു ബ്രേക്ക് ചെയ്യാൻ പോവാണ്. മുറിച്ചൊന്നല്ല, ഇത് കേടാ ശ്രീ. കുറച്ചുകൂടി ബ്രേക്ക് ചെയ്യാം. എനിക്ക് തക്കാളി ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കേടായോണ്ടൊരു മുഴുവൻ എവിടെയൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ അല്ലേ. കുറച്ച് വിട്ടു പുഴൊന്നുമില്ലേ? അല്ല ഈ പുഴ നോക്കിണ്ടോ അറിയാൻ വേണ്ടിട്ട്. നേരത്തെ നമ്മൾ ലോലിപോപ്പ് പൊട്ടിച്ചിട്ട് തിന്നോക്കില്ലേ? ഇവരിത് ബ്രേക്ക് ചെയ്തിട്ട് തിന്നോക്കട്ടെ. അത് ലോലിപോപ്പ്
പൊട്ടിച്ചത് നല്ലതല്ലേ, അതുകൊണ്ട് തിന്നാ. ഞങ്ങക്ക് ഈ ചീഞ്ഞ കളിയുടെ ഒരു ആവശ്യമില്ല. തക്കാളി എല്ലാം കൂടി ഇങ്ങനെ ഒരു എന്താ പറയാ ചപ്പാത്തി പരുവത്തിലായിട്ടുണ്ട്. ഇതിപ്പോ ഇനിയിപ്പോ ഇങ്ങനെ തന്നെ വെക്കാം, എന്തായാലും ഇത് ആവശ്യമുള്ള സാധനമല്ലല്ലോ. ഷാമി കഴിച്ചോ? നല്ല സാലഡിലൊക്കെ വെക്കുന്നതാ. ഓരോന്നിലും പുഴൊക്കെ ഉണ്ടോ നോക്കിട്ട് കഴിച്ചാൽ മതി. അതാണ് ഞാൻ നേരിയതാക്കിട്ട് സ്ലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ പുഴു 2 പീസായിട്ട് കഴിഞ്ഞു പോയാലോ. ഈ ഇങ്ങനത്തേലൊക്കെ ഉണ്ടാവുന്ന പുഴു ഒരു ട്രാൻസ്പെറന്റ് കളർ ആയിരിക്കും. ഞാൻ ഇതുവരെ കണ്ട ചീഞ്ഞ തക്കാളിയിലൊക്കെ ഒരുവിധം വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആ കണ്ടത്, അതുകൊണ്ട് പറഞ്ഞല്ലേ. ഞാൻ അങ്ങോട്ട് ഛർദിക്കും. ഞാനിത് തിന്നിട്ടുണ്ട്. ഇനിയുള്ള ഭാഗം തിന്നാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ കേടാണ്. എനിക്ക് അത്ര തിന്നാൻ പറ്റുള്ളൂ. ഞാൻ അത്ര പുഴുവിനൊക്കെ ചിലപ്പോ കുറച്ച് പുഴുവിന് തെറ്റി. പക്ഷെ എടി നമ്മള് മാത്രം പുഴുവിനൊക്കെ ഇല്ല, അത് പുറത്തുള്ളവരൊക്കെ പുഴുവിനൊക്കെ പൊരിച്ചിരുന്നുണ്ട്. ഫുഡത്തെ പുഴുവിന് ആരും തിന്നലില്ല. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വാ. ഫസ്റ്റ് 2 റൗണ്ട് എനിക്ക് ലാഭമായി, കാര്യം ഞാൻ എടുത്ത 2 തീരുമാനങ്ങളും കറക്റ്റ് ആയിരുന്നു. ഇനി അടുത്ത എന്താ വരാൻ നമുക്ക് നോക്കാം. അടുത്ത റൗണ്ട്സിൽ നിങ്ങൾ 2 പേരും എനിക്ക് തീരുമാനങ്ങൾ എടുത്തു തരും പ്ലീസ്. ഒരു ബോക്സ് തന്നെ ഞാൻ പറയാം. അത് ഒരു ബോക്സ് അല്ല 3 ബോക്സ് ആയിരിക്കും. പക്ഷെ ഒരു ബോക്സ് ആയിട്ടാണ് അതുള്ളത്. അപ്പൊ ശരിക്കും നോക്കുന്നത് ഒരു ബോക്സ്, പക്ഷെ 3 ആക്കുള്ളത് 3 ഉണ്ടാവൂലേ. ഇത് ഞാൻ 2 ബ്രേക്ക് ഞാൻ ടേക്ക് ഞാനും ടേക്ക്. ഇവരൊക്കെ തീരുമാനം എന്തോ അതെ ഞാൻ എടുക്കും. ഞാൻ ടേക്ക്. എന്തിനാ ബ്രേക്ക് ചെയ്യാൻ പോണേ? ഞങ്ങൾക്ക് ചിലപ്പോ തെറ്റു പറ്റും. കുഴപ്പമില്ല, കൂടെ ഞാനുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പൊ ഇതുവരെ ഉറപ്പല്ലേ ചോദിക്കാൻ തോന്നിയില്ല. ഞങ്ങൾക്ക് എപ്പോഴും എല്ലായ്പ്പോഴും വേറെ വേറെ എടുത്തോളം നിർബന്ധമില്ലല്ലോ. ഒന്നിച്ച് തീരുമാനിച്ചെടുത്തതല്ല. കുഴപ്പമില്ല, കഴിച്ച് ഒന്നും പേടിക്കണ്ട. എനിക്ക് വെള്ളമുടിയുള്ള ബാർബിനെ കിട്ടിയേ. എനിക്ക് ബ്രൗൺ ഹെയർ ബാർബി. എടി എത്ര മുടി നോക്ക്, എത്ര മുടി നോക്ക്, ഫുള്ള് മുടി. ഇത് നോക്ക്, ഇത് പണ്ടില്ലേ, ഈ പണ്ടത്തെ ബാർബി ഒന്നും ഇങ്ങനെയല്ലേ ഇതിന് കഴിച്ചു. ഇതിന്റെ കൊറേ എന്താ പറയാ, കൊറേ കളക്ഷൻസ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ ബാർബിനെ ഇഷ്ടമായത്. എനിക്ക് അതിന് ഇഷ്ടമായി. ഇഷ്ടായി. എനിക്ക് വേണോ? വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അനക്കത് വേണമെങ്കിൽ എടുത്തോ. വേണം എടുത്തോ. അതിനിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്നുണ്ട്. ഈ തന്നു ഒരു ചാലഞ്ചിന് നീ എത്ര സ്നേഹം കണ്ടില്ല. വേണമെങ്കിൽ തന്നു, വേണമെങ്കിൽ തന്നു. അവസാനം എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണോ അതെന്നെ കയ്യിൽ. എനിക്ക് ഇഷ്ടമായി. ഒരു ഇതൊരു പാവം ബാർബി, ഒരു എന്താ നല്ല രസമല്ലേ. നിങ്ങൾ എന്തായാലും തീരുമാനിക്കും. ഈ ബാർബി ഒരു പാവം ബാർബി പോലല്ലേ. ഇത് നോക്ക് ഗൈസ്, എന്ത് ഭംഗിയുണ്ട്. ബാർബിയുടെ പേര് നിങ്ങൾ കേട്ടോ, അനഘാന്ന് വരുന്ന ബാർബി. നീന് മുടി ഇഷ്ടം പോലെ മുടി ഉണ്ട് ഗൈസ്, പിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് പിങ്ക് കളർ ഷൂ. അയ്യോ, ഷൂ ഇട്ടെടുത്ത് നോക്ക്. ഇതെന്താ മുടിയൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ കെട്ടിട്ടൊക്കെ ഞാൻ പിരിച്ചിട്ട് കൊടുക്കട്ടെ മുടി. നല്ല രസമുണ്ട്. ചല്ലോ പണിയാവുന്ന വിചാരിച്ച് കൊണ്ടുവച്ച ചോദിച്ചോണ്ടിരുന്നത്. വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ മാറ്റാൻ സമ്മതിക്കാത്തവരാട്ടോ. പിന്നെയും പറയാം, മാറ്റണമെങ്കിൽ മാറ്റാം. ഇതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോ ചങ്ക് തകർന്നേനെ. കുട്ടികളെ വിചാരിക്കണ്ടാവും ഞങ്ങളെക്കാട്ടി എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കും. ചെറുപ്പത്തിൽ കിട്ടാത്തതിന്റെ സങ്കടം. അതെ സത്യം. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, എനിക്ക് കുറെ ഉണ്ട്. ഇങ്ങനെ കുറെ ഇല്ല, ഒന്ന് കഴിയുമ്പോ ഒന്നായിട്ട് അങ്ങനെ കിട്ടലുണ്ട്. ഇത് നോക്ക് മുടി നോക്ക്, നല്ല മുടിയില്ലേ. ഇത് വേണേ വെട്ടി കൊടുക്കുകയും ചെയ്യാം. ഡ്രസ് തരുമോ ബാർബിന്റെ? ഇല്ല, ഡ്രസ്സാണ് ഇഷ്ടമായത്. എനിക്ക് തന്നതിന്റെ ഇവിടെ ചോദിക്കുന്നു ഗൈസ്. പിന്നെ കുട്ടികളെ സ്വഭാവം വെക്ക് ഗൈസ്. ഇത് നോക്ക്, നല്ല രസല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത്ര നേരം കാക്ക ക്യാമറന്റെ പിന്നിൽ വളരെ എനർജറ്റിക് ആയിട്ട് സന്തോഷത്തോടെ കൂടി നിന്നായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ ലോ എനർജിയോട് കൂടി ഞങ്ങൾ ചെയ്തൊക്കെ കണ്ടിങ്ങനെ നിൽക്കാണ് ഗൈസ്. ഇത് പറ്റും, എപ്പോ പോവാ. ഇതില്ലേ, ഇത് നോക്ക്, ഇതിന്റെ കാലൊക്കെ നോക്ക്. എന്താ ഷൂ ഒക്കെ നമുക്ക് ഇങ്ങനെ ഊരിട്ട്. എല്ലാരും ഷൂ ഒക്കെ ഒരേ സാധനമാണ്, പക്ഷെ ഇങ്ങനെ കളർ ഡിഫറൻസ് ചെയ്യാ. ഷൂ സ്വിച്ച് ചെയ്യാം. എനിക്ക് ബ്ലൂ ഷൂ തരോ? എനിക്ക് പിങ്ക് മതി. ഞാനോ? ഒറ്റ മിനിറ്റ്, ഇതൊക്കെ ഒന്ന് മാറ്റിട്ടോക്കട്ടെ.
മാച്ച് എനിക്ക് പിങ്ക് ഇട്ടാലും രസമാണ്. ഇന്റത് ഓറഞ്ച് ഗൈസ്. റെഡി കണ്ണോർക്കാം. തുണികളിൽ നിന്ന് മാറി പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തോ ഫുഡ് ഐറ്റം ആണ്. പക്ഷെ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റം ആണെങ്കിലും അത്ര നല്ലതാവാൻ ചാൻസ് ഒന്നും. ഞാന് നല്ലതാന്ന് വിചാരിച്ച് ഞാൻ ടേക്ക് ആട്ടോ എടുക്കുന്നത്. എന്റെ ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല അല്ലേ. ഇതും കൂടി ഞാൻ ടേക്ക്. മൂടി വെച്ചോണ്ട് എങ്ങനെയാ നിങ്ങളെ ഫുഡ് ഐറ്റം അറിയാ? വലിച്ചെടുക്കാൻ പറ്റാത്ത എന്തോ ആയതുകൊണ്ടോ മൂടി വെച്ചാണെങ്കിൽ അങ്ങനെ കാക്ക് ഇതുവരെ ഇങ്ങനെ തുറക്കുന്ന സാധനം ആയില്ലല്ലോ. അപ്പൊ ഈ ഫുഡ് ഐറ്റം അങ്ങനെ മൂടി വെക്കാൻ പറ്റില്ലല്ലോ, വിരിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും പറഞ്ഞു പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതും കൂടി എന്റെ ശരിയായ വിപ്ലവമാണ്. എല്ലാം കറക്റ്റ്. ശ്രീ ബ്രേക്ക്, ഷാമി ടേക്ക്, അഞ്ചു ടേക്ക്. ഇതുവരെ 5 പ്രവചിച്ചതൊന്നും തെറ്റിയിട്ടില്ല. അണക്ക് ഇന്റെ കൂടെ അയ്യടെ ഇത് തെറ്റണം എന്നാലും ഞാൻ തോറ്റ. ഇരിക്കട്ടെ, വലിക്കട്ടെ. മെല്ലെ മെല്ലെ. ഈ വെറുതെ ഓവറാക്കല്ലേ. വെയിറ്റ് ഒന്നും ഇല്ല. 3, 2, 1 go. പൊട്ടിയുണ്ട്. ഈ പൊട്ടിയതാണോ വെച്ചത്? ഓന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. ഞങ്ങക്ക് ഞങ്ങളിങ്ങനെ പപ്പടം നല്ല രസമായി തിന്നാൻ. ഇന്റെ 4ാമത്തെ ശരിയായി. നിങ്ങളൊക്കെ ആലോചിക്കാത്ത ഫസ്റ്റ് റൗണ്ടില് ലോലിപോപ്പ് തല്ലി പൊട്ടിക്കാണ്ട് ഞാൻ ടേക്ക് എടുത്ത്. 2ാമത് ചീന തക്കാളിയായിരുന്നു. അത് ഞാന് ബ്രേക്ക് എടുത്തിട്ട് അത് തല്ലി പൊട്ടിച്ച്. അതുകൊണ്ട് എനിക്ക് കഴിക്കേണ്ടി വന്നില്ല. 3ാമത് ബാർബി, അതും ടേക്ക് എടുത്ത്. 4ാമത് ടേക്ക് എടുത്ത് പപ്പടം. ശ്രീ ഇത് ഫുള്ള് തല്ലി പൊട്ടിച്ച് പൊടിയാക്കി ഇങ്ങനെ അരിപ്പൊടി പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്തു തിന്നു. പപ്പടം നമ്മള് പൊടിച്ചിട്ട് തന്നെ തിന്നാ. പക്ഷെ ഇതുപോലെ അങ്ങനെ ഇങ്ങനെ കിട്ടി ഇങ്ങനെ പപ്പടം നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ കിട്ടിയിരുന്ന രസമുണ്ട്. ഓള് ചുറ്റിയോണ്ട് അടിച്ചു പൊളിക്കുന്നത് അത് ശരിയല്ല. നല്ല പപ്പടം അല്ലേ. ജുനുണ്ട് അവന്റെ ഹൃദയം തകർന്നേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അയ്യോ ചുറ്റി കൈപ്പോയി ഒരു കല്ല് കൊടുക്കും. ഇവരെ കൊണ്ടല്ലോ സഹിക്കാൻ വയ്യാത്തത്. ശ്രീ തിന്നുമ്പോ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, കാരണം പൊടിഞ്ഞല്ലോ. എന്റെ കൂടെ പൊടിയുണ്ടല്ലോ എനിക്കിപ്പോ കിട്ടിയേ. സത്യം ഇവളായിട്ട് പറയൂ. എന്ത് കണ്ടിട്ട് ഒന്നും കാണണ്ടല്ലോ. 5 ടേക്ക് പറയുന്നത് ഞാനും പറയാൻ എടുത്തതാ കള്ളത്തി. പപ്പടം പൊടിച്ച് പൊടിയാക്കിയിട്ടുണ്ട്. ചോറിനൊക്കെ എളുപ്പമായി. പൊടിക്കണ്ടല്ലോ. പൊടിക്കണ്ട, അങ്ങനെ എടുത്തിട്ടിട്ട് കുഴച്ച് തിന്നാ നല്ല ചൂട് കഞ്ഞിന്റെ മുകളിൽ പപ്പടം ഇട്ട് ഒത്തിരി അച്ചാറ് ഉപ്പ് ഇട്ട് തിന്നാ നല്ല രസമുണ്ടോ. ഇനിയുണ്ടോ റൗണ്ട് ഉണ്ടോ? അല്ല ഞാൻ എല്ലാം റെഡി ആയിരുന്നു. ഞാനുണ്ട്. ഈ പറഞ്ഞ കിട്ടാൻ പറയും. ഞാൻ അല്ലെങ്കിലും ടേക്ക് എന്നാ പറയാൻ വിചാരിച്ചത്. ലാസ്റ്റ് ഈ ഏത് റൗണ്ട് മുതൽ പറയട്ടെ 5ന്റെ പോലെ ഞാൻ ചെയ്യുന്നു. ഇല്ല പറഞ്ഞില്ലേ 5ക്കൊക്കെ നല്ലതാ കിട്ടുന്ന 5ന്റെ പോലെ ചെയ്യും. അല്ലെങ്കിൽ ഏത് ചാലഞ്ചിൽ എന്റെ തീരുമാനം ശരിയായിട്ടുള്ളത്. ശരിയല്ല. അന്നെ ഇവിടുന്ന് മാറ്റിടുന്ന എന്റെ ഒരു അഭിപ്രായം. ഞാനൊരു മിക്സ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു എടുത്തിരുന്നത് അല്ലേ. ഞാൻ വളരെ നല്ല തീരുമാനമാണ്. എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് തുടക്കത്തിൽ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ തുടക്കത്തിൽ കിട്ടിയില്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാം കൊളായി കിട്ടും. സത്യം പറഞ്ഞാല് ഞങ്ങള് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് വളരെ പ്രത്യേകത. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. ശ്രീലക്ഷ്മി സഞ്ജിത.